ഇന്നത്തെ നമുക്ക് പൂവടയാണ്. പൂവട എന്ന് പറഞ്ഞാൽ പൂവുകൊണ്ട് ഉണ്ടാക്കുന്ന അടയൊന്നുമല്ല, പഴം വെച്ചിട്ട്, അതായത് പാളിയംകുടൻ പഴം കൊണ്ട് ഉണ്ടാക്കണ അട. പാളിയംകുടൻ പഴം ആർക്കും വേണ്ടാത്തൊരു പഴമാണ്, പക്ഷെ പുട്ടിനും ഇടയ്ക്കൊക്കെ നല്ലതാണ്. നല്ല പോലെ പഴുത്ത പാളിയംകുടൻ പഴം, അതായത് തൊലിയൊക്കെ കറുത്ത് തുടങ്ങണം, അപ്പോൾ നല്ല സ്വീറ്റാവും. ഇത് നമ്മൾ കുറേ പഴം എടുക്കണം, അപ്പോൾ ശർക്കര കുറച്ച് എടുത്താൽ മതി. ഇപ്പോൾ പഴം ഇതുപോലെ നല്ലപോലെ സ്മാഷ് ചെയ്യണം. കൈ വെച്ചിട്ടാണ് ചെയ്യുക സാധാരണ, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഹൈജീനിക് ആവണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുക, അപ്പോൾ എളുപ്പമാണ്. ഇതേപോലെ ഗ്ലാസ് വെച്ചിട്ട് സ്മാഷ് ചെയ്താൽ മതി. അപ്പോൾ എത്ര പഴം എടുക്കും അത്രയും പൊടി നമുക്ക് കുറവ് എടുത്താൽ മതി. അതിൽ ആവശ്യത്തിന് തേങ്ങ ഇടാം. തേങ്ങ നല്ലപോലെ ഇടണം. അത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ പഴവും പോലെ തേങ്ങയും മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയും, അതുപോലെ ശർക്കര നല്ലോണം പൊടിച്ചിട്ട് ശർക്കരയും കൂടെ മിക്സ് ചെയ്യാം. അപ്പം ഷുഗർ ഫ്രീ വേണ്ട ആൾക്കാർക്ക് ശർക്കര ഇടേണ്ട ആവശ്യമില്ല, പഴത്തിനെല്ലാം മധുരമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഷുഗർ ഫ്രീ ആക്കാം. അപ്പോൾ ഞാനതിൽ ശർക്കര ഇട്ടിട്ടില്ല. അല്ലാണ്ട് പൊടി ഇങ്ങനെ വറുത്ത പൊടി, വറുത്ത അരിപ്പൊടി, വറുത്ത ഗോതമ്പ് പൊടി, വറുത്ത പുല്ലിൻ്റെ പൊടി, എന്ത് പൊടിയായാലും കുഴപ്പമില്ല, വറുത്ത ഓട്സ് പൊടിയായാലും കുഴപ്പമില്ല. ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് കുഴയ്ക്കണം. അതായത് നമുക്കിത് ഇതേപോലെ കുറച്ച് ലൂസായിട്ടിരിക്കണം. കണ്ട ഈ കൺസിസ്റ്റൻസിയിൽ വരണം. എന്നിട്ടാണ് ഇനി അട ഉണ്ടാക്കണം പ്രോസസ്സ്. അട ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലയിൽ ഉണ്ടാക്കുക, അപ്പോഴാണ് സോഫ്റ്റ് ആവുക. വെളിയിൽ ക്രിസ്പി ആയിരിക്കും, അകത്ത് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നല്ല ലെയർ അട ഇടണം. ഇല ഇടണം. ഇല ഒരു 5-6 ഇല ഇട്ടിട്ട് ഒരു പാനിൽ, കട്ടിയുള്ള പാനിൽ ഇല ഇടുക. ഇതേപോലെ കണ്ട് ഈ ഉരുട്ടണ പ്രായത്തിലായിരിക്കണം നമ്മുടെ മാവ്. ഇതേപോലെ പരത്തുക. നല്ല കട്ടിയിൽ, ഒരു വിധം കട്ടി വേണം. അത്ര കട്ടി കുറച്ച് അതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഇതേപോലെ ഒരു 5-6 ഇല ഇട്ടിട്ട് മൂടി വെക്കുക. ഒരു അടപ്പെടുത്ത് അടച്ച് വയ്ക്കുക. അതവിടെ സിമ്മിലിട്ട് വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും വെന്തിട്ടുണ്ടോ എന്ന്. കണ്ടപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഇല കരിഞ്ഞ് വരുന്നതാണ് ആയ പ്രായം. അപ്പോൾ ഇല കരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിടാം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മറിച്ചിടാം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ 2 സൈഡിൽ ഇല ഉണ്ടല്ലോ, മറിച്ചിടാം. വേണ്ടത് നോക്കി ഈ സൈഡ്, ഈ ഇലയുടെ കളർ കണ്ട ഈ സൈസ് ആകുമ്പോൾ ആയി, ആ സൈഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഈ സൈഡ് ഒരു ഇതായിട്ടുണ്ട്. ഇതെപ്പോഴും പൂവട എന്ന് പറയുന്നത് എപ്പോഴും ഓണത്തിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓണം കൊള്ളാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന അടയാണ് പൂവട. അന്നൊക്കെ ഈ പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതായ സമയത്ത് ഈ ഓണം കൊണ്ട് കഴിഞ്ഞിട്ട് ഈ അടയൊന്നും എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഓണത്തിനെപ്പോഴും നേരത്തെയാണല്ലോ ഓണം കൊള്ളുക. അപ്പം അമ്മയൊക്കെ കാലത്ത് എനിക്ക് കുളിച്ച് ഈ അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ പറ്റൂലല്ലോ, പൂജ കഴിഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ വെളുപ്പിന് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരിക്കും. ആദ്യം തന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ അട കഴിച്ചിട്ടുണ്ട്. ഇത് ഈ ഇലയെന്നൊക്കെ തുറക്കുമ്പോഴുണ്ടല്ലോ എന്തൊരു ഫ്ലേവർ ആയിരിക്കും എന്നറിയോ. ശർക്കരയുടെയും തേങ്ങയുടെയും അരിപ്പൊടി സാധാരണ നമ്മുടെ തവിടുള്ള അരിപ്പൊടിയില്ലേ, ചുമന്ന, അതാണ് ഉപയോഗിക്കുക. ഇതിപ്പോൾ കിട്ടാനൊന്നുമില്ല. പണ്ട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയുടെ പൊടി അല്ലെങ്കിൽ അരിപ്പൊടി മേടിച്ചത്, വറുത്ത അരിപ്പൊടി വാങ്ങാൻ കിട്ടുമല്ലോ, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കും. നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തതിന് വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ അട ഉണ്ടാക്കി നോക്കുക. ഒരു ഭയങ്കര എളുപ്പമാണ്. പാളിയംകുടൻ പഴം കഴിക്കാത്തവരും കഴിക്കും. പാളിയംകുടൻ പഴം സ്വന്തം ആൾക്കാർക്ക് ഇഷ്ടമല്ല, എന്നുവെച്ചാൽ ഗ്യാസ് ഫോം ചെയ്യണ കാരണം. പിന്നെ പുളി ഉണ്ടല്ലോ, ഞാലിപ്പൂവിനൊക്കെ ഇന്ന ആൾക്കാർക്ക് പ്രിയപ്പെട്ടത്. പക്ഷേ നമുക്ക് ഇതുപോലെ അടി ഉണ്ടാക്കാൻ, അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ പുട്ടിന് തിന്നാൻ, നമ്മുടെ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ബെസ്റ്റാണ് പാളിയംകുടൻ പഴം. ഏറ്റവും വില കുറഞ്ഞ പഴമാണ്. കടയിൽ പോയി നോക്കിയാൽ ഏറ്റവും വില കുറവുണ്ട് പാളിയംകുടൻ പഴം. പക്ഷേ കൊല ഉണ്ടാവുന്നതോ വലിയ കൊല, വെറുതെ വാഴ കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ വലിയ കൊലകൾ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ അടകളൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കും. ഇതൊക്കെ നമ്മുടെ പണ്ടൊക്കെ കഴിച്ചിരുന്ന വിഭവങ്ങളാണ്.